ഹലോ, ഇക്ക പുറപ്പെട്ടോ? അതെ, റണ്ണിങ്ങിലാണ്. എവിടെ എത്തി? അത് സസ്പെൻസാ. വഴിയിലൊന്നും തങ്ങാതെ വേഗം വരണേ. ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേന്നറിയോ? വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്കല്ലേ വരുന്നത്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എത്തും. ശരി ശരി, ഞാനേ ഡ്രൈവിങ്ങിലാ, വെക്കട്ടെ. എന്തു പറ്റി? ബ്രേക്ക് ഡൗൺ ആയി. ഓ, സാർ കുന്നമംഗലം വഴി പോവോ? ഞാൻ അവിടേക്കാണ്, കയറിക്കോളൂ. ആ, വന്ന് കേറി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ചെമ്പുകടവെന്നാ. കുന്നമംഗലത്ത് നിങ്ങൾക്ക് ആരാണുള്ളത്? ഫോൺ എടുത്തോളൂ. ഹലോ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തത്? വരുന്ന വഴിക്ക് ബസ് കേടായി. അതുവഴി വന്നൊരു കാറിൽ വന്നോണ്ടിരിക്കുക. ബസ് കേടായെന്ന് കരുതി ഫോൺ എടുത്തു. ശരി, എവിടെ എത്തി? ഇത് എവിടെ എത്തി? 3/4 മണിക്കൂർ കൊണ്ട് കുന്നമംഗലത്തെത്തും. 3/4 മണിക്കൂർ കൊണ്ട് എത്തും. ഇവിടെ ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ കാറായിട്ട് വരാം. ശരി. ഉമ്മ ദാഹിക്കണേ. നമുക്ക് അവിടെ എത്തിയിട്ട് ജ്യൂസ് കുടിക്കാം. ദാ വെള്ളം കുടിച്ചോളൂ. വെള്ളം. മോളെ, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. കുന്നമംഗലത്ത് നിങ്ങൾക്ക് ആരാ ഉള്ളത്? നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഓടിച്ചാൽ പോരെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ചറിയണോ? സച്ചിൻ ഒന്നും മിണ്ടാതിരിക്കുക. അപരിചിതരെ വാഹനത്തിൽ കയറ്റുമ്പോൾ അവരുടെ യാത്രാ ലക്ഷ്യം അന്വേഷിക്കുന്നത് തെറ്റാന്ന് തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നാളെ ആരോടെങ്കിലും സമാധാനം പറയേണ്ടി വരില്ല എന്ന് എന്താ ഉറപ്പ്? എന്നാ അറിഞ്ഞോളി, 25,000 രൂപയ്ക്ക് പകരമായിട്ട് എൻ്റെ ഉമ്മൻ്റെ ശരീരം വിൽക്കാൻ പോവാ. സത്യമാണോ അവള് പറഞ്ഞത്? നിങ്ങളോടാണ് ചോദിക്കുന്നത്. സത്യമാണ്. നിങ്ങൾ പ്രസവിച്ചത് തന്നെയല്ലേ അവളെ? അതെ, 10 മാസം പള്ളിയിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തിയതാ. ഇവന് 1 വയസ്സുള്ളപ്പോഴാണ് ഒരു ഉപ്പ മരിക്കുന്നത്. അറ്റാക്കായിരുന്നു. അതോടെ ആകെ കഷ്ടത്തിലായി. പലരോടും സഹായം ചോദിച്ചെങ്കിലും ആരും സഹായിച്ചില്ല. അവസാനം സഹായമായി വന്ന ആള് പകരം ചോദിച്ചത് എൻ്റെ ശരീരമാണ്. വിസമ്മതിച്ചപ്പോൾ അയാൾ തട്ടിപ്പറിച്ചെടുത്തു. ആരോടും പരാതിപ്പെട്ടില്ല. പരാതി കേൾക്കാൻ ആരുമില്ലായിരുന്നു. അയാൾക്ക് പായ വിരിക്കലായി പിന്നീട് എൻ്റെ ജോലി. അയാൾക്ക് മാത്രമല്ല, അയാളെ കൂട്ടുകാർക്കും മറ്റു പലർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി മോളെന്തിനു നശിപ്പിക്കണം? അവക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തൂടെ? 6 മാസം മുമ്പ്
ഇവനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മോശക്കാരിയാണെന്നും പറഞ്ഞ് എല്ലാവരും കൈയൊഴിഞ്ഞു. ഒടുവിൽ എൻ്റെ ഒരു കസ്റ്റമർ വഴിയാണ് പൈസ ശരിയായത്. സഹായിച്ച ആൾ പകരം ചോദിച്ചത് എൻ്റെ മോളെയാണ്. ഒറ്റ രാത്രിക്ക് യാത്രയാണിത്. പിന്നീട് അയാളുടെ ബ്ലാക്ക്മെയിലിങ്ങും കൂട്ടുകാർക്ക് കാഴ്ചവെക്കലും ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിന്റെ തനിയാവർത്തനം തന്നെ മാക്കുണ്ടാക്കി കൊടുക്കുന്നു. അവരവിടെ കാത്തുക്കുക. ഇപ്പൊ തന്നെ കുറെ വൈകി. വണ്ടി ഒന്ന് എടുക്കുവോ? ഒരു യാത്രക്കിടെ പരിചയപ്പെട്ട അപരിചിതരെന്നതിലുപരി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാലും ഞാൻ പറയാം, നിങ്ങളിരുന്ന് പിന്മാറണം. ഇന്ന് കറൻസികൾ വെച്ച് നീട്ടുന്നവർ നാളെ മൂല്യം കുറക്കും. സമൂഹത്തിൻ്റെ പുച്ഛം, അവഗണന, തലമുറകളെ ബാധിക്കുന്ന ചീത്തപ്പേര് എല്ലാം അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ തന്നെ അവളെയും ഇതിലേക്ക് വലിച്ചെറിയരുത്. ഞാനുണ്ടാക്കിയ ചീത്തപ്പേര് ഒരിക്കലും മാറൂല. നല്ലൊരു കുടുംബജീവിതം ഒക്കെ കിട്ടൂല. ആളുകൾ സമ്മതിക്കില്ല. മാന്യമായൊരു ജോലി കിട്ടാൻ ഇന്നൊരു പ്രയാസമില്ല. മോളെ ഏതൊരു പഠിച്ചു? +2. എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി തരാം. ഒന്നും വേണ്ട. അവരവിടെ എത്തി ഞങ്ങളെ കാത്തു നിൽക്കാം. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് ഈ സമയത്ത് ഇനി മാറാൻ പറ്റൂല. അവളുടെ ജീവിതത്തേക്ക് വലുതാണോ ഈ കരാറ്? ഇപ്പോഴും വൈകിട്ടില്ല. ഈ ഒരു രാത്രി കഴിഞ്ഞാൽ എല്ലാം വൈകിപ്പോവും. നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും ഇപ്പം എൻ്റെ തലയിൽ കയറൂല. മനസാക്ഷിയുള്ളവർക്ക് വീണ്ടും വിചാരം ഉണ്ടാവാൻ ഉപദേശം കൊണ്ട് സാധിക്കും. മനസാക്ഷി ഇല്ലാത്തവർക്ക് അത് അരോചകമായി തോന്നും ചെയ്യും. കുന്നമംഗലത്തെത്തി. എൻ്റെ നമ്പർ ഇതിലുണ്ട്. പിന്തിരിയണം തോന്നിയാൽ വിളിക്കാൻ മടിക്കണ്ട. അയാളൊരു സിവിൽ എഞ്ചിനീയറാണ്. ഇവിടെ എത്തിയിട്ട് വിളിക്കാനാ പറഞ്ഞത്. എന്തെങ്കിലും കുടിച്ചിട്ട് വിളിക്കാം. കഴിക്കാൻ എന്തൊക്കെ വേണം? വേണ്ട. അനക്കെന്തേ വേണോ? വേണ്ട. വേണ്ട. ഒരു പാക്ക് ബിസ്ക്കറ്റ്. എന്നാ മോനെ. അവരാണ് പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. വേണ്ടുമ്മ, നമുക്ക് തിരിച്ചു പോവാം. ഇത് വേണ്ട. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഈ അവസാന നിമിഷം ഈ പിന്മാറിയ
ഉമ്മ പിന്നെ ജീവിച്ചിരിക്കൂല. നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ വേണ്ട. സ്വന്തം മോളുടെ മാനം വിറ്റ് പൈസ വാങ്ങുന്ന നിങ്ങളൊക്കെ ചാവുന്ന നല്ലേ. സജന, നീ ഒന്ന് അടങ്ങ്. ആരെങ്കിലും കാണും. കണ്ടാലെന്താ, അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിന് ഒന്ന് കരയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇക്കുണ്ട് സ്വപ്നങ്ങള്. ഉമ്മയുടെ അത്യാഗ്രഹത്തിന് വേണ്ടി ഞാനതൊക്കെ തകർക്കണോ? ഉമ്മ ഉണ്ടാക്കിയ ചീത്തപ്പേര് മൂലം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കുത്തുവാക്കുകളും പരിഹാസമൊക്കെ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. ഉമ്മന്റെ വഴിയെ ഞാനും വന്ന ഇവന്റെ ഭാവി എന്താവും? നാളെ ഇവനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഉമ്മ ആഗ്രഹിച്ച് തിരഞ്ഞെടുത്ത വഴിയല്ലത്. സഹായം വെച്ച് നീട്ടിയപ്പോൾ അന്ന് അറിഞ്ഞില്ല അയാൾ അത് ഈ രീതിയിൽ മുതലാക്കുന്നു. പക്ഷെ അന്നെക്കൂടതിൽ വലിച്ചെടുക്കാൻ ശ്രമിച്ചത് വലിയ തെറ്റായിപ്പോയി. ഇത്രയും കാലം മനസ്സ് കൊണ്ട് കിടക്കായിരുന്നു എല്ലാം. തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയത് അയാളുടെ വാക്കുകളിൽ നിന്ന്. പടച്ചോന് തീരുമാനാ ആ ബസ് കേടായതും അയാൾ വണ്ടി കയറാനായതുമല്ല. ഹലോ. ഹലോ, ഞാൻ സജിനയാണ്. ഇപ്പം നിങ്ങളുടെ കാറിൽ വന്ന് ഇറങ്ങിയില്ലേ? ആ പറയേ. ഞങ്ങളെ ഇവിടുത്തെ ഒന്ന് രക്ഷിക്കണം. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഈ അങ്ങാടി തന്നെ. അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ വിളിച്ചിട്ടേ സിവിൽ എഞ്ചിനീയർ ഷാജഹാന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ മതി. വണ്ടി കിട്ടിയില്ലേ പറ, ഞാൻ അങ്ങോട്ട് വരാം. ശരി. കുറച്ച് വെയിറ്റ് ചെയ്യ്, അതിഥികളുണ്ട്. അവരാണോ? അതെ. ആ കയറി വരി. ഇന്ന് ഞങ്ങളെ 12ാമത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആഘോഷമൊന്നുമില്ല, ചെറിയൊരു ചടങ്ങ്. നിങ്ങൾ വരുന്നറിഞ്ഞ് കാത്തിരിക്കായിരുന്നു. ആ ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നല്ലേ, മക്കൾക്ക് വിശക്കുന്നുണ്ടാവും. വാ കൈ കഴുകാം. അവരായിരിക്കും അല്ലേ? ഫോൺ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കി. അവരെ കാര്യം ഇക്ക നോക്കിക്കോളൂ. ഹലോ. ഹലോ, ഇതാരാ? നിങ്ങൾക്ക് ആരാ വേണ്ടത്? ഇത് സുലൈക്കയുടെ നമ്പറല്ലേ? അതെ. ഫോൺ അവൾക്ക് കൊടുക്ക്. അവർക്കൊന്നും സംസാരിക്കാനില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കണേ? തൽക്കാലം ഞാൻ തീരുമാനിക്കും. നീ ഫോൺ നിന്റെ ബോസിന്റെ കൈ കൊടുക്കും. ഹലോ. എൻ്റെ പേര് ഷാജഹാൻ. നിങ്ങൾ കാത്തിരിക്കുന്ന പെൺകുട്ടി വരില്ല. അവളും ഉമ്മയും എൻ്റെ വീട്ടിലുണ്ട്. പെൺകുട്ടിയുടെ അനുവാദത്തോടെ അല്ല ഉമ്മ നിങ്ങളുമായി കരാറുണ്ടാക്കിയത്. സോ ഇറ്റ് വിൽ ബി എ ക്ലീൻ കേസ് ഓഫ് റേപ്പിംഗ്. ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന കുറ്റമാണ്. നീ എന്താ വരട്ടാ? ഹേയ്, അതൊന്നും എനിക്ക് വശമില്ല. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് കരുതി. പെൺകുട്ടിയുടെ ഒരു പരാതി മാത്രം മതി നിങ്ങൾക്കും നിങ്ങളുടെ ആ പിമ്പിനുമെതിരെ പോലീസിന് കേസെടുക്കാൻ. പിന്നെ റിമാൻഡ്, പത്രവാർത്ത, സോഷ്യൽ മീഡിയ എല്ലാം കൂടി നിങ്ങളങ്ങ് പോപ്പുലർ ആവും. നിങ്ങളുടെ കുടുംബവും മാനവും ഒക്കെ പെരുവഴിയിലും ആവും. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. മോളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് തള്ളൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിയിട്ടുണ്ട്.
അവളാ ഇതിനൊക്കെ കാരണം. അതെനിക്കറിയാം. അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ സഹായിച്ചാ അവരുടെ പെൺകുട്ടികളുടെ മാനമല്ല ആവശ്യപ്പെടേണ്ടത്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിലേക്ക് സെൻഡ് ചെയ്യും. ഞാൻ ക്യാഷ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ നമ്പർ ക്യാൻസൽ ആവും. ഞാനിപ്പോൾ തന്നെ അയക്കാം. ഓക്കെ. എന്താ മുതലാളി പ്രശ്നം? അയ്യോ, ഉടൻ തന്നെ നിങ്ങളെ ഈ നമ്പർ മാറ്റി പുതിയ സിം ഇടണം. ഇത്രയും വലിയ സംഖ്യങ്ങള് കടമായി കണ്ടാ മതി. കയ്യിലുണ്ടാകുമ്പോൾ തിരിച്ചു തന്നോളൂ. പക്ഷെ ഹലാലായ പൈസ ആയിരിക്കണം. അടുത്ത 15-ാം തീയതി താമരശ്ശേരി ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞ് ഞാൻ മോക്കൊരു ജോലി ശരിയാക്കാം. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ഭക്ഷണം അയക്കേ. സർ, എന്നെ മനസ്സിലായോ? സജന, ഉം. നീ എന്താ ഇവിടെ? എന്നെ ഇവിടെ അടുത്തേക്കാ കല്യാണം കഴിച്ചേ. കല്യാണം വിളിക്കാനായിട്ട് ഞാനും ഉമ്മയും വീട്ടിൽ വന്നിരുന്നു. സാറും വൈഫും ഹജ്ജിന് പോയതാന്ന് പറഞ്ഞു. ഷാജഹാൻ സർ. ഹലോ, ഞാൻ ഷമീർ. ഹലോ. സാറിനെ കുറിച്ച് ഇവള് പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ദിവസം സാറിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരണം. ഷമീർ എന്ത് ചെയ്യുന്നു? ഇൻറ്റീരിയർ ഡിസൈനറാ. എന്താ ഉമ്മയുടെ വിശേഷം? സുഖം. ഉമ്മയും കൂട്ടി വരണം. വരാം. ശരി എന്നാൽ. ശരി.